ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. നമ്മൾ ശരിയായ ഡയറക്ഷനിലല്ല പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ മാറേണ്ട സമയമായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന 11 വാർണിംഗ് സൈൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 1. അൺഎക്സ്പെക്റ്റഡ് ഡിലേ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാനിഫെസ്റ്റേഷൻ വിചാരിച്ച പോലെ നടക്കാതെ ഒരുപാട് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു വാർണിംഗ് സൈൻ ആണ്. രണ്ടാമത്തത്, വയറ്റിനുള്ളിൽ ഒരു അൺഈസി ഫീലിംഗ് ഉണ്ടാവുന്നത്, അതായത് ഗട്ട് ഫീലിംഗ് പോലത്തെ ഒരു അൺഈസി ഫീലിംഗ് ഉണ്ടാവുന്നത്. നമ്മുടെ വയറിനുള്ളിൽ ഒരു പ്രത്യേക തരം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിങ്സ് ഒക്കെ ചില നേരത്തെ ഉണ്ടാവാറില്ലേ? ഒരുപാട് ആൻഷ്യസ് ആവുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അത്തരം ഫീലിങ്സ് എല്ലാം ഉണ്ടാവാറുണ്ട്. അതൊരു വാർണിംഗ് സൈൻ ആണ്. മൂന്നാമത്തത്, നമുക്ക് തുടരെ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒന്നിനു പുറമെ ഒന്ന് എന്നുള്ള രീതിയിൽ പല പല കാര്യങ്ങളും നമുക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കും. അത് പല മേഖലയിലായിരിക്കാം. ചിലപ്പോൾ ആദ്യം പണമായിരിക്കാം, ചിലപ്പോൾ ബന്ധങ്ങളായിരിക്കാം. അങ്ങനെ ഏതൊക്കെ രീതിയിലാണോ നമുക്ക് ഓരോ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത്, അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിന്റെ അടുത്ത് നിന്നുള്ള ഒരു വാർണിംഗ് സൈൻ ആണ്. നാലാമത്തത്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കും. അതായത് ചില നേരത്തെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരുമായിട്ട് വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കില്ലേ? ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നീട് അത് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനായിരുന്നു വെറുതെ വഴക്കിട്ടതെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പിന്നെയും ഇതേപോലുള്ള വഴക്കിൽ ചെന്ന് പെട്ടുകൊണ്ടിരിക്കും. അത്തരത്തിൽ എപ്പോഴും വഴക്കിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ വാർണിംഗ് സൈൻ ആണ്. അഞ്ചാമത്തത്, നമുക്ക് ശരിക്കും ഉറങ്ങാൻ സാധിക്കാത്തത്. ഉറക്കമില്ലായ്മ നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അത്തരം ഉറക്കമില്ലായ്മകളൊക്കെ നിരന്തരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു വാർണിംഗ് സൈൻ ആണ്. വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ. നമുക്ക് ചിലപ്പോൾ ഇത്തരം ഉറക്കമില്ലായ്മ ഉണ്ടാവുന്നത് നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഫീലിങ്സ് കൊണ്ടാവാം. നമ്മുടെ ലൈഫിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഉറക്കമില്ലായ്മയുടെ സമയത്ത് നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ ചിന്തകൾ മാറ്റേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ നല്ല ചിന്തകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ മാറ്റാൻ ശ്രമിക്കുക. എന്നിട്ടും നിങ്ങൾക്കൊരു ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ സഹായം തേടേണ്ടതാണ്. ആറാമത്തത്, നമുക്ക് എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും പെയിനോ തലകറക്കം പനി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇത് മാത്രമല്ല, പല അസുഖങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഏത് അസുഖങ്ങൾ വേണം, ചിലപ്പോൾ അലർജി ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നീര് വെക്കുന്നതാവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഡോക്ടറിനെ കാണിച്ച് എന്തൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഡോക്ടർ കുറേ ടെസ്റ്റുകളൊക്കെ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. ആ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴെല്ലാത്തിലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ അസുഖങ്ങളാണെങ്കിൽ ഒട്ടും മാറുകയില്ല. ഇത്തരം അസുഖങ്ങളെ സൈക്കോസൊമാറ്റിക് അസുഖങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം അസുഖങ്ങൾക്ക് കാരണം നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻ, പേടി, ആൻസൈറ്റി പോലുള്ള നെഗറ്റീവ് ഇമോഷൻസ്, തോട്ട്സ് ഒക്കെയാണ്. ഇത്തരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവർ ആദ്യം തന്നെ സ്വന്തം മെന്റൽ ഹെൽത്ത് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ഇമോഷൻസ് ഒക്കെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം നെഗറ്റീവ് ഇമോഷൻസ്, ഫീലിങ്സ്, തോട്ട്സിൽ നിന്നെല്ലാം പുറത്തു വന്നാൽ മാത്രമേ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാവുള്ളൂ. ഇത് യൂണിവേഴ്സിന്റെ വലിയൊരു വാർണിംഗ് സൈൻ ആണ്. ഏഴാമത്തത്, കാര്യങ്ങൾ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങും. നമ്മളെല്ലാത്തിനും ഭയങ്കര കെയർലെസ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങും. നമുക്ക് എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് അത് അവർ പറഞ്ഞത് കൊണ്ട് ചെയ്യണ്ടേ എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ശ്രദ്ധയില്ലാണ്ട് ചെയ്ത് തീർത്ത് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വാർണിംഗ് സൈൻ ആണ്. എട്ടാമത്തത്, എപ്പോഴും മടി പിടിച്ച് ഭയങ്കര ആൻഷ്യസ് ആയിട്ട് ഇരിക്കുന്നത്. എന്ത് ചെയ്യാനും ഭയങ്കര മടി ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഭയങ്കര ആൻസൈറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കിങ്ങനെ എന്താ പറയുക, ലേസി ആയിട്ട് ഇങ്ങനെ ബെഡിൽ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ഇങ്ങനെ ഇരുന്ന് കുറെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് ആൻസൈറ്റി ഉണ്ടാവും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, എല്ലാത്തിലും ഭയങ്കര മടി, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വരെ ഒരുപാട് മടിയായി തുടങ്ങും. അതൊരു വലിയൊരു വാർണിംഗ് സൈൻ ആണ്. ഒമ്പതാമത്തത്, നെഗറ്റീവ് ഡ്രീംസ് ഒക്കെ ഉണ്ടാവുന്നത്. അതായത് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാക്കുന്ന, നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്, ഇങ്ങനെ തുടരെ ഉണ്ടാവുന്നത് നമുക്കൊരു വാർണിംഗ് സൈൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നമ്മുടെ തോട്ട്സിന്റെയും ഫീലിങ്സിന്റെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ഡ്രീംസിൽ ഉണ്ടാവുക. അപ്പൊ നെഗറ്റീവായിട്ടുള്ള ഡ്രീംസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെയും ഇമോഷൻസിനെയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് നമ്മളോട് പറയുന്ന വാർണിംഗ് സൈൻസ് ആണ് നെഗറ്റീവ് ഡ്രീംസ് എന്ന് പറയുന്നത്. പത്താമത്തത്, ആക്സിഡൻസ് ഉണ്ടാവുന്നത്.
ആക്സിഡൻസ് എപ്പോഴും അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കാര്യമല്ലേ. ആക്സിഡൻസ് പലപ്പോഴും നമ്മൾ തെറ്റായ പാതയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം അത് മാറി ചെയ്യേണ്ട സമയമായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ട എന്തോ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ വാർണിംഗ് സൈനാണ്. നമ്മളപ്പോൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ച് പോയത് ആ ഒരു കാര്യം ചെയ്യുന്നതിന് പകരം അതൊന്നും കൂടി റീതിങ്ക് ചെയ്ത് അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 11ാമത്തെ സൈൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ടാവുക. നമ്മൾ സ്റ്റക്കായി പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലേ. നമ്മുടെ മുന്നിൽ വലിയ ഒരുപാട് ചലഞ്ചസ്, അതേപോലെ വലിയൊരു ബ്ലോക്ക് വന്നിങ്ങനെ നിൽക്കും. നമ്മൾ ഒരുപാട് വലിയൊരു ബ്ലോക്കിൽ പെട്ട പോലത്തെ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ചെന്ന് നിൽക്കുക. നമുക്ക് മുന്നോട്ട് പോകാൻ യാതൊരു വഴിയും കാണില്ല. ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ ചെന്ന് നിൽക്കും. അത്തരം സിറ്റുവേഷൻസിലാണ് പലരും ഈ ആത്മഹത്യനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ തോട്ട്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് അത്തരം സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു വാർണിംഗ് സൈൻ ആണ്. നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും നമ്മൾക്ക് അതിൽ നിന്ന് നേരെ തിരിച്ച് നല്ലൊരു രീതിയിലോട്ട് വരാൻ സാധിക്കും. പക്ഷെ അതിനു വേണ്ടി നമ്മളിലോട്ട് ഫോക്കസ് ചെയ്യണം, നമ്മളിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തണം. ഇത് യൂണിവേഴ്സ് നമുക്ക് ഈ വാർണിംഗ് സൈൻ തരുമ്പോഴും നമ്മൾ പിന്നെയും അതിനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവസാനം പല അബദ്ധത്തിലും ചെന്ന് കലാശിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതൊരു വാർണിംഗ് സൈൻ ആണ്. നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇപ്പൊ പറഞ്ഞ ഈ 11 സയൻസും ഒന്നിച്ച് കാണണം എന്നൊന്നുമില്ല. ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും മാറ്റേണ്ട സമയമായിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെന്ററിനെ തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരും. ഈ ഒരു സിറ്റുവേഷൻസിലാണ് ശരിക്കും പറഞ്ഞാൽ മെന്ററിന്റെ ഒക്കെ ആവശ്യം, അല്ലെങ്കിൽ ലൈഫിൽ ചേഞ്ച് വരുത്തേണ്ട രീതികളൊക്കെ സ്വീകരിക്കേണ്ട ഒരു സമയം. ഇത്തരം സിറ്റുവേഷൻസ് മറികടക്കാനും അതേപോലെ നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് എത്തിപ്പെടാനും നിങ്ങൾ സഹായിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ആൽക്കമി എന്ന 7 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ മാസ്റ്റർ ക്ലാസ് ഞാൻ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.